കാര്യമൊന്നുമില്ല, സംഗതി ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അവിടെയാണ് വിവാദത്തിന്റെ കാര്യപ്രസക്തമായ ഭാഗങ്ങൾ നിലകൊള്ളുന്നത്. ചെറുശ്ശേരി തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം, കേട്ടോളൂ നിങ്ങൾ. ഈ സമുദായത്തെ 105-ാമത്തെ വെക്ക് അവസാനം ഇവരെന്തുവരെ പറഞ്ഞു? സനത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിടത്തേക്ക് വരെ എത്തിച്ച് എന്തായാലും നമ്മളെ കൂടത്തായി ഫൈസി എന്താ പറഞ്ഞെന്നറിയോ? സാക്ഷാൽ കഅബ, അല്ലാഹുവിന്റെ റസൂല് എല്ലാവരും ഹജ്ജ് ചെയ്ത കഅബ വല്ല കാലത്തും കാന്തപുരത്തിന്റെ കീഴിൽ വന്നാൽ അന്ന് ഞങ്ങൾ ഹജ്ജിന് തന്നെ പോകൂല എന്നാ മൂപ്പര് പറഞ്ഞത്. നിങ്ങൾ കേൾക്കണം, ഇതൊക്കെ എന്താണ്, എവിടെയാണുള്ളത് ഇത്രയും മോശമായ സ്ഥിതിയിൽ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നു കേട്ടോ, ചെറുശ്ശേരി ഉസ്താദ്, ദേഹത്തിൽ കൂടെ മുടിമ്മൽ കൂടെ നടന്ന വസ്തു ഞങ്ങളെ മുടിയോ തിന്നുമില്ല. സീറത്തുൽ ഹദീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളെ ഖുസൂസിയാത്ത് എണ്ണുന്നിടത്ത് തങ്ങളെ ഒരു മുടി തിജിലിട്ടാൽ അത് കരിയില്ല, അത് തങ്ങൾക്കുള്ള ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. അപ്പൊ തങ്ങളെ മുടിയാണ് എന്ന് വ്യക്തമാവും. അപ്പൊ ഇവിടെ മുടി കടന്ന് പിരിയാണല്ലോ. അപ്പൊ പിന്നെ എന്ത് സനത് പറഞ്ഞിട്ടും ഇനി കാര്യമില്ല. കാരണം അയാളെ കുടുംബ സനത് വായിച്ചിട്ട് എന്ത് സനത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നിടത്തേക്ക് വരെ ഈ സമുദായത്തെ എത്തിച്ചതിന് സമുദായത്തോട് മാപ്പ് പറയണം. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ചോദ്യകർത്താവിനോട് ചോദിക്കട്ടെ, സനത് തന്നാൽ നിങ്ങൾക്കത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിയുമോ? ഉണ്ടെങ്കിൽ പറ, എന്നിട്ട് ഇതൊന്ന് ഉറപ്പുവരുത്തിയാൽ അടുത്ത സനതിയാണ്. ഫസ്റ്റത്തെ സനത് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചതാണ്. ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ സനത് കൊടുക്കാറില്ല സുഹൃത്തെ. അല്ല, അതിന്റെ ഹുക്കും ഉസ്താദ് എന്ന് പറഞ്ഞാൽ അല്ല, ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ നേരത്തെ ഒരു സംഘടന പ്രതിനിധി അല്ല എന്ന് പറഞ്ഞു, പായി തുടങ്ങുന്നുണ്ട് കുറച്ച്, ആയിക്കോട്ടെ. അപ്പോ ഫോൺ വിളിച്ചാൽ നിങ്ങൾ പട്ടിക്കാട്ടുന്ന സനത് കൊടുക്കും, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഞാൻ അതിനാ പറഞ്ഞത്, ഞാനൊരു സംഘടനന്റെ ആയിക്കോട്ടെ. ആളല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഫോൺ വിളിച്ച ആരെങ്കിലും സനത് കൊടുക്കും? എനിക്കറിയില്ല. കൊടുക്കോ? ആരും കൊടുക്കൂല. ഇനി ഞങ്ങൾ ഒറ്റ വാക്കേ പറയാനുള്ളൂ, എന്താണെന്നറിയോ? ഫോണിൽ കൊടുക്കുന്ന സാധനമല്ല സഹോദര, എന്ത് സനത്. ഈ സനത് കിട്ടിയാൽ അത് നോക്കി വായിച്ച് കൃത്യമാണെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാവണ്ടേ? എന്നാലും ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഈ സനത് തരാണ്, നിങ്ങളതൊന്ന് വായിച്ച് അതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് അതൊന്ന് ഉറപ്പ് തെറ്റിട്ട് നിങ്ങളൊന്ന് തരുമോ? മുമ്പ് ഇതിന്റെ റെഡിയാണോ? ഇതിന്റെ വിധി ഒന്ന് പറഞ്ഞ. എന്റെ വിധി ഫോൺ വിളിച്ചിട്ട് സനത് ചോദിന്റെ ഹുക്കും എന്താണെന്ന് പറഞ്ഞു. അത് ഞങ്ങളോടല്ലല്ലോ ചോദിക്കേണ്ടത്, അമ്പലക്കടവിനോടല്ലേ ചോദിക്കേണ്ടത്. ഫോൺ കൂടി പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അതങ്ങനെ തന്നെ. സനത് എങ്ങനെ ഫോണിലൂടെ കൊടുക്കല്? അത് അമ്പലക്കടവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞങ്ങൾ ആരും ഇതുവരെ ഒരാളോടും ഫോണിൽ ഇത് ചോദിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് അത് അദബുകേടാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ചോദിക്കേണ്ടത് സനത് എരുത്തുപോയി ചോദിക്കുക. എരുത്തുപോയി ചോദിച്ച പേപ്പിസ്താ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഏതായാലും ഇവിടെ ഷഅർ മുബാറക് ഉണ്ട് എന്ന് ഈ സനത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ അൽഹംദുലില്ലാ, നമ്മുടെ SKSSF-കാരും അത് അംഗീകരിച്ചാൽ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ വരും. ഒന്നിന് പിന്നിൽ ഒന്നായി വരും. അംഗീകരിച്ചാലേ മറ്റേത് പറയുള്ളൂ. അങ്ങനെയല്ല, ഞങ്ങൾ ഇത് തരുമ്പോ അത് നിങ്ങൾ തന്നോളി, മറ്റും തരി, എല്ലാം തരി, അതൊന്നും ഞങ്ങളെ മുന്നിൽ നടക്കൂല. ഇത് വായിച്ച് കൃത്യമായി അതന്നെ. നിങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളല്ല, ഇത് ഞങ്ങൾ വായിച്ചപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു? അത് നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് മാത്രമല്ല, ഖുതുബുദ്ദീനുൽ ഫിർദൗസി എന്ന് പറയുന്ന ആള് ഇതിലില്ല എന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കി, ശബ്ദമലിനീകരണമുണ്ടാക്കി. അവിടെയാണ് പ്രശ്നം പറ്റിയത്. നിങ്ങൾക്ക് സനത് നോക്കാൻ അറിയോന്നൊന്നും അറിയണല്ലോ, അതൊന്ന് ഞങ്ങൾ നോക്കട്ടെ. ഇതൊന്ന് നോക്കി നിങ്ങളൊന്ന് വായിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ആ കോപ്പി നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് തന്നാൽ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അതൊന്ന് കൊടുക്കുക, ഒന്ന് വായിക്കട്ടെ. മൈക്കിങ് കൊടുക്കാളൊന്ന് വായിക്കട്ടെ ആ സനതൊന്ന്, എല്ലാരും കേട്ടോളൂ. ഇതിലെനിക്ക് ഏതായാലും സംശയമില്ല, കാരണം ഇത് ഞാൻ അംഗീകരിച്ചാണ്. അല്ല, അത് വായിക്കും, നമ്മൾ നോക്കാം. അശ്ശൈഖ് അബൂബക്കർ അഹ്മദ് അൽ മലബാരി, السيد غلام عبد القاهر الجيلاني، الشيخ السيد عبد القادر،
السيد أحمد القادري السيد نظام الدين القادري السيد إمام الدين القادري السيد سيف الدين القادري السيد إمام. ഇതൊക്കെ എന്തായി വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുതൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പരമ്പര ഞങ്ങൾ നിങ്ങളാ പറഞ്ഞ ആശയം ഇവിടുത്തെ SKSSF-കാരനും വിളിച്ചു പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയുന്നു അന്ന് ഞങ്ങൾ അതിന് പരിഹാരമുണ്ടാക്കും. തീർച്ചയാണ്, ഒരു സംശയവും ഞങ്ങൾക്കില്ല. കാരണം ഈ സനദ് വായിച്ചപ്പോൾ അതിന്റെ 1 മുതൽ ലാസ്റ്റ് വരെ അതിന്റെ 46-ാമത്തെ വ്യക്തികൾ വായിക്ക്. അതെ, ഞാൻ അംഗീകരിച്ചു എന്ന് ആദ്യം പറഞ്ഞില്ല. അല്ല, അത് കേൾക്കട്ടെ, ഞങ്ങളത് കേൾക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. അമീറുൽ മുഅ്മിനീൻ സയ്യിദന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതിന്റെ ഇടയിൽ ആരും വിട്ടുപോയിട്ടില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ബോധ്യപ്പെട്ടു. അപ്പൊ മർക്കസിൽ അല്ല മോനല്ല ഒക്കെ പറയും, നിങ്ങൾ പേടിക്കണ്ട. മർക്കസിൽ ഷായർ മുബാറക് ഉണ്ട് നിങ്ങൾ ഉറപ്പിച്ചോ? അതൊന്ന് പറയാന്ന് പറയും. ഉറപ്പാ? നേരത്തെ ഉറപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉറപ്പ് ഇത് തന്നെയാണ് നമ്മുടെയും ആവശ്യം. 6 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കൊടുത്ത ആ ഷഅർ മുബാറക് ഉണ്ട് എന്ന് ഇതുപോലെ എന്നാണോ SKSSF-കാർ തീരുമാനമെടുക്കുന്നത് ആ ദിവസം അന്ന് ഞങ്ങൾ വായിക്കും കേട്ടോ. ഹസ്രജിയുടെ സനദ് കൃത്യമാണ്, അതിൽ തർക്കം വേണ്ട. മുസ്ലിം സമുദായമേ, ഈ കാര്യമാണ് SKSSF-നെ കൊണ്ടും ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പഠിക്കുന്നേ ഉള്ളൂ. കണ്ടോ, അതിന്റെ എതിർപ്പ് ഞാൻ കാണിച്ചുതരാം. ഇനി ഈ സനദിനെ അവർ ചെയ്ത കോലം നിങ്ങൾക്ക് ഉറപ്പായല്ലോ. എടുക്കെടുക്ക് നമ്മൾ കാണിച്ചു തരാം എന്താണ് ചെയ്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. 226 എടുക്കും മോനെ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടോ. നമുക്ക് എല്ലാം ഒന്ന് തീരുമാനാക്കണം സാർ. ഏതായാലും അൽഹംദുലില്ലാ മർക്കസിൽ ഷെയർ പാർക്ക് ഉണ്ട് എന്നായല്ലോ, അല്ലെ കിട്ടല്ലേ. ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയാവാന, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ, ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി. ഞാൻ വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഖുതുബുദ്ദീനുൽ ഫിർദൗസി എന്നൊരു പേര് പറയുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. മൗലാന ഇഖ്ബാൽ വലി ജാലാവാലി, ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുല്ലാഹിൽ ഖാദിർ, നിസാമുദ്ദീൻ ഖാദിർ, ഇമാമുദ്ദീൻ ഖാദിർ, സൂഫി ഖാദിർ. ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയാവാന, പിന്നെ അപ്പോ എന്താ പറഞ്ഞത്? ഖുതുബുദ്ദീനുൽ ഫിർദൗസി നമ്മൾ കൊടുത്ത സനദിന് ഇവർ ചെയ്ത പണിയാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വായിച്ച സനദിനെ കുറിച്ച് ഖുതുബുദ്ദീനുൽ ഫിർദൗസി എന്ന ഒരാൾ ഈ പരമ്പരയിൽ ഇല്ല, അതുകൊണ്ട് ഇത് തെറ്റാണ് SKSF-കാരന്റെ വാദം. അപ്പൊ നമ്മൾ ചോദിച്ചു ഖുതുബുദ്ദീനുൽ ഫിർദൗസി ഉണ്ട് എന്ന് പാരാ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു അത് കാന്തപുരം ഉസ്താദ് പറഞ്ഞതാണത്രേ, ഖുതുബുദ്ദീനുൽ ഫിർദൗസി ഉണ്ട്. അങ്ങനെയാണ് ഈ സനദിനെ SKSSF-കാരൻ അവരുടെ പണ്ഡിത സമ്മേളനത്തിൽ ചോദ്യം ചെയ്തത്. സഹോദരന്മാരെ, ഖുതുബുദ്ദീനുൽ ഫിർദൗസി എന്ന ഒരാൾ ഇതിന്റെ പരമ്പരയിൽ ഉണ്ട് എന്ന് പച്ചക്കള്ളം ഇവിടെ പറഞ്ഞു. ഞങ്ങൾ ആരും നേരത്തെ ഖുതുബുദ്ദീനുൽ ഫിർദൗസി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഉസ്താദ് അവരുടെ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിന്റെ ഉസ്താദ് നേതിയൊരു ഭാഗം ഉണ്ടാവും നമ്മളെ
അതുങ്ങൾക്ക് എന്നിട്ട് നമുക്ക് അതൊന്ന് കേൾപ്പിക്കാം. ഉസ്താദ് അവர்கள் പറഞ്ഞ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ മലപ്പുറത്ത് നടത്തിയ പ്രഭാഷണം, ആ പ്രഭാഷണത്തിലാണ് ഖുത്ബുദ്ദീനുൽ ഫിർദൗസി ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് ഇവർ ആരോപിക്കുന്നു. എന്നാൽ ഉസ്താദ് അവர்கள் പറഞ്ഞതല്ല. നിങ്ങൾ കേട്ടോ, ഖുത്ബുദ്ദീനുൽ ഫിർദൗസി വഴി നിലകൊള്ളുന്ന ബറകാത്തി സാദാത്തികളിലൂടെയാണ് എനിക്ക് കിട്ടിയത് എന്നാണ്. ഉസ്താദിന്റെ വാക്കൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നല്ല ഫഹ്മും നല്ല ഉള്ളവർക്കല്ലാതെ ഉസ്താദ് അവറുകളുടെ വാക്കിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഉസ്താദ് അവറുകളുടെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരെ അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബറകാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ്. അപ്പൊ ഇവര് മനസ്സിലാക്കി എന്താണെന്നറിയൂ, ഖുത്ബുദ്ദീനുൽ ഫിർദൗസി വഴിക്ക് കിട്ടിയതാണ്. അങ്ങനെയല്ല ഉസ്താദ് പറഞ്ഞത്. ഖുത്ബുദ്ദീനുൽ ഫിർദൗസി വഴി നിലകൊള്ളുന്ന ബറകാത്തി സാദാത്തിങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുത്ബുദ്ദീനുൽ ഫിർദൗസി എന്നത് ഡൽഹിയിലെ പഴയകാല ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖാണ്. ഇവർക്കെന്ത് ഖുത്ബുദ്ദീനുൽ ഫിർദൗസി ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല വകുപ്പുണ്ടെങ്കിലല്ലേ ഖുത്ബുദ്ദീനുൽ ഫിർദൗസി അറിയൂ. ഖുത്ബുദ്ദീനുൽ ഫിർദൗസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ മഹാനാണ്, ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖാണ്. ആ ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖായ ഖുത്ബുദ്ദീനുൽ ഫിർദൗസിയുടെ ത്വരീഖത്ത് സ്വീകരിച്ച് അവരുടെ വഴിക്ക് പിന്തുടർന്ന് പോരുന്ന ആ ഇമാം, അവരാണ് ബറകാത്തി സാദാത്തിങ്ങൾ. ആ ബറകാത്തി സാദാത്തിങ്ങളിലൂടെയാണ് ഇത് കിട്ടിയത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവർ ഇതിനെ അവസാനം നോക്കൂ നിങ്ങൾ, നമ്മള് ഹസ്റജിയുടെ സനത് വായിക്കും എന്ന് കണ്ടപ്പോൾ അടുത്ത പണി ഇവർ ചെയ്യുന്നതെന്ന് കണ്ടോ. ഇടയ്ക്ക് 225 ഇതൊക്കെ ഇവിടെ കളിച്ച കള്ളക്കളികളാണ്. ഈ കണ്ണാടിപ്പറമ്പ് തന്നെ ആദ്യം തന്നെ പറഞ്ഞു വെച്ചു, നിങ്ങൾ വായിക്കാൻ പോകുന്ന ആ പരമ്പര ഒന്നവിടെ വായിച്ചു. ഏത് മർക്കസിൽ വായിച്ചു, അതിന്റെ മുഖ്തസറായ സനത് മുഴുവൻ വായിച്ചു. മർക്കസിൽ വായിച്ച് ജനലക്ഷങ്ങളെ കേൾപ്പിച്ചു. അതിന്റെ മുഫസ്സലായ സനത് നമ്മൾ വായിക്കുമെന്ന് കണ്ടപ്പോ ഇയാള് പറഞ്ഞു, വായിച്ചിട്ട് കാര്യമില്ല, കാരണം കൊടുത്ത ആള് അത് അഹ്മദ് ഖദ്റജിയാണ്, കൊടുക്കപ്പെട്ട ആള് കാന്തപുരമാണ്, രണ്ടും കള്ളന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് സ്വീകരിക്കുന്നതല്ല. അത് കൊടുത്തതോ ചക്കിക്കൊത്ത ചങ്കർ. കൊടുത്തതാരാണ്? കൊടുത്തത് ഈ ഇവിടെ ഞാൻ കേരള മുസ്ലിമീങ്ങളുടെ നേതാവ് മാത്രമല്ല, ആളില്ലാ മുസ്ലിം ജംഇയ്യത്തുകളുടെ അതിന്റെ ആളാണ്. ഞാൻ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നേതാവാണ് എന്ന് ഗൾഫിൽ പോയി മറുരാഷ്ട്രങ്ങളിൽ പോയി കുറ്റം കൊള്ളുന്നയാളാണ് ഈ പറയുന്ന അബൂബക്കർ സാഹിബ്. എന്നാൽ ഞാൻ അൻസാറുകളുടെ നേതാവാണ്, അറബികളുടെ നേതാവാണെന്ന് കുറ്റം കൊള്ളുന്നയാളാണ് മറ്റേയാൾ. ചക്കിക്കൊത്ത രണ്ടും ഒന്നാണ്. ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ ഒരു പണ്ഡിതനെ കുറിച്ച് പറയുമ്പോ ശ്രദ്ധിച്ചു പറയണ്ടേ. അതും നേരത്തെ നിങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന ആ മഹാനായ ഒരു പണ്ഡിതനെ കുറിച്ച് പറഞ്ഞ വാചകം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ നിന്നങ്ങോട്ട് ഈ വായിച്ച പരമ്പര മുഴുവനും ഇതുപോലെ ചക്കിക്കൊത്ത ശങ്കരനാണ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹസ്റജി തന്നെ പറഞ്ഞ സുന്നി വോയിസുകൾക്ക് അതിൽ വിശദമായി പറഞ്ഞു എങ്ങനെയാണ് ഈ മുടി വന്നത് എന്ന്. ഞങ്ങൾ അതിന്റെ മുഫസ്സലായ സനത് സുന്നി വോയിസിൽ ബഹുമാനപ്പെട്ട ഹസ്റജി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം വഴി ഞങ്ങളെ പരമ്പരയിലൂടെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി വഴി നേരിട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, അതും സ്വീകരിക്കാൻ ഇവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏത് പരമ്പര വായിക്കുമ്പോഴും ആലിമീങ്ങൾ വായിക്കും, അത് തെറ്റി
തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വരുന്നവരോടും ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ വായിച്ചത് നിങ്ങൾ സ്ഥിരീകരിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ചർച്ച ആ വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമെന്നാണ് എല്ലാവരോടും ഈ വിഷയമായി ഓർമ്മപ്പെടുത്താനുള്ളത്. വളരെ കൃത്യമാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ സമയം നേരത്തെ